ജീവിതം ഓരോ ദിവസവും മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹായ്, എൻ്റെ പേര് ഹഫ്നാസ് കെ, സ്ട്രൈറ്റ് ലൈൻ അക്കാദമിയുടെ ഓണറാണ്. കൂടാതെ ഞാനൊരു ഫിസിക്സ് ട്യൂട്ടർ കൂടെയാണ്. ഗെറ്റ് എപ്പിക് ഷിറ്റ് ഡൺ എന്ന് പറയുന്ന ആംഗൂർ വാരിംഗയുടെ ഈ പുസ്തകത്തിനകത്ത് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചും അത് നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളതിനെ കുറിച്ചുമാണ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ള രീതിക്കാണ് ഈ ബുക്കിൽ എല്ലായിടത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻ പറയുന്നു, അതിൻ്റെ ആൻസർ പറയുന്നു. അതിൽ 4 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മാനേജിങ് യുവർ ലൈഫ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. സെക്കൻഡ് പാർട്ടായിട്ട് മാനേജിങ് യുവർ കരിയർ എന്നും, തേർഡ് പാർട്ടായിട്ട് മാനേജിങ് പീപ്പിൾ എന്നും, ഫോർത്ത് പാർട്ടായിട്ട് മാനേജിങ് യുവർ സെൽഫ് എന്നാണ് വരുന്നത്. കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഇതിനകത്തുള്ള 2 ക്വസ്റ്റ്യൻസ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നി. അതിൽ ആദ്യത്തേതായിരുന്നു ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് കമ്പയറിങ് മൈ സെൽഫ് ടു അതേഴ്സ് എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യനും, രണ്ടാമതായിട്ട് പറയുന്ന മാനേജിങ് യുവർ കരിയർ എന്നുള്ള ഭാഗത്തെ ഹൗ ഡു ഐ ഫൈൻഡ് മൈ പാഷൻ എന്ന് പറയുന്ന ഭാഗം. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പാഷൻ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റോറി കൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി. നമ്മളൊരു പാഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് നമ്മുടെ പാഷനാണ് എന്ന് നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ഡയഗ്രാം പോലെ കൊടുക്കുന്നുണ്ട്. ഞാനത് ഈ വീഡിയോയുടെ സൈഡിൽ കൂടെ ആ ഡയഗ്രാം അറ്റാച്ച് ചെയ്തേക്കാം. ആദ്യത്തേത് ദാറ്റ് മേക്സ് ഫൺ, നമുക്കത് ചെയ്യാനായിട്ടൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കണം. രണ്ടാമത്തേത് നമുക്കത് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമുക്കകത്ത് ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഇറ്റ് ഷുഡ് ഹെൽപ്ഫുൾ ഫോർ ദ സൊസൈറ്റിക്ക് ഉതകുന്നതായിരിക്കണം നമ്മുടേത്. നാലാമത്തേത് നമുക്കതൊരു ഇൻകം ജനറേറ്റിംഗ് മെത്തേഡ് കൂടെ ആയിരിക്കണം. ഇങ്ങനെയുള്ള ഈ 4 കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ആ സ്റ്റുഡൻസിന് കരിയറായിട്ട് ആ കാര്യം ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. കൂടാതെ ഇവിടെ ഒരു ടേം കൂടെ ഓഥർ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇക്കിഗായ് എന്നാണ് ആ ടേം. ഇക്കിഗായ് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ലൈഫ് ഓർ പർപ്പസ് ഓഫ് ലൈഫ്. ജപ്പാനിലെ ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ ഏകദേശം 100 വർഷത്തോളം ജീവിച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം അവർ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ റൂട്ടീനായിട്ട് ജീവിച്ചു പോരുന്നവരായിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ പാഷൻ കണ്ടെത്തിയിരുന്നു. ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കും പാഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.